വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. നെഹെമ്യായുടെ പുസ്തകം 1-ാം അധ്യായം. ഹക്കാലിയായുടെ പുത്രൻ നെഹെമ്യായുടെ വാക്കുകൾ. അർത്താക്സർക്കസിന്റെ 20-ാം വർഷം കിസ്ലേവ് മാസമായപ്പോൾ ഞാൻ തലസ്ഥാനമായ സൂസായിലായിരുന്നു. എൻ്റെ സഹോദരരിൽ ഒരുവനായ ഹനാനിയും യൂദയായിൽ നിന്നുള്ള ആളുകളും അവിടെ വന്നു. അപ്പോൾ പ്രവാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അവശേഷിച്ച യഹൂദരെയും ജെറുസലേമിനെയും കുറിച്ച് ഞാൻ അവരോട് ആരാഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, പ്രവാസത്തെ അതിജീവിച്ച് ആ പ്രവിശ്യയിൽ ശേഷിക്കുന്നവർ വലിയ കഷ്ടതയിലും അപമാനത്തിലുമാണ്. ജെറുസലേമിൻ്റെ മതിലുകൾ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കാനിടയായപ്പോൾ ഇരുന്ന് കരയുകയും ദിവസങ്ങളോളം വിലപിക്കുകയും ചെയ്തു. സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവമായ കർത്താവേ, വലിയവനും ഭീതിതനുമായ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പനകൾ കാക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടിയും കാരുണ്യവും പാലിക്കുന്നവനെ, അങ്ങയുടെ ദാസരായ ഇസ്രായേലിനെ പ്രതി ഞാൻ ഇന്ന് രാപകൽ അങ്ങയുടെ സന്നിധിയിൽ മാധ്യസ്ഥം യാചിക്കുകയും അങ്ങയോട് ഇസ്രായേലരായ ഞങ്ങൾ ചെയ്ത പാപങ്ങളെ പ്രതി ഏറ്റുപറയുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതും കണ്ണുകൾ തുറന്നതുമായിരിക്കട്ടെ. ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ തീരെ മോശമായി പെരുമാറി. അങ്ങയുടെ ദാസനായ മോശയെ അങ്ങ് അനുശാസിച്ച കൽപ്പനകളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഞങ്ങൾ പാലിച്ചില്ല. അങ്ങയുടെ ദാസനായ മോശയെ അങ്ങ് അനുശാസിച്ച കാര്യം അനുസ്മരിച്ചാലും, അതായത് നിങ്ങൾ അവിശ്വസ്തത കാട്ടിയാൽ നിങ്ങളെ ഞാൻ ജനങ്ങൾക്കിടയിൽ ചിതറിക്കും. എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾ ആകാശത്തിൻ്റെ അറ്റത്തേക്ക് പുറന്തള്ളപ്പെട്ടവരാണെങ്കിൽ പോലും അവിടെ നിന്ന് ഞാൻ നിങ്ങളെ ശേഖരിച്ച എൻ്റെ നാമം അധിവസിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരും. അങ്ങയുടെ മഹാബലത്താലും ശക്തമായ കരത്താലും അങ്ങ് വീണ്ടെടുത്ത അങ്ങയുടെ ദാസരും ജനവുമാണവർ. എൻ്റെ നാഥ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തെ ആദരിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയ്ക്കും അങ്ങയുടെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും നേരെ അങ്ങയുടെ ചെവി ശ്രദ്ധയുള്ളതായിരിക്കട്ടെ. അങ്ങയുടെ ദാസന് ഇന്ന് വിജയമരുളണമേ. രാജാവിൻ്റെ മുൻപിൽ എന്നെ കനിവിന് പാത്രമാക്കണമേ. ഞാൻ അയാളുടെ പാനപാത്രവാഹകനായിരുന്നു. നെഹെമ്യായുടെ പുസ്തകം 2-ാം അധ്യായം. അത് അർത്താക്സർക്കസ് രാജാവിൻ്റെ 20-ാം വർഷം നീസാൻ മാസമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുൻപിൽ വീഞ്ഞുണ്ടായിരുന്നു. ആ വീഞ്ഞ് ഞാൻ രാജാവിന് പകർന്നു കൊടുത്തു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദുഃഖിതനായിരുന്നില്ലെങ്കിലും രാജാവ് എന്നോട് ചോദിച്ചു, നീ രോഗിയല്ലാതിരുന്നിട്ടും നിന്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ത്? ഇത് ഹൃദയവ്യഥയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഞാൻ വളരെയേറെ ഭയന്നുപോയി. ഞാൻ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ ജീവിക്കട്ടെ. എൻ്റെ പിതാക്കന്മാരുടെ കബറിടങ്ങളുടെ നഗരം ശൂന്യമായും അതിൻ്റെ കവാടങ്ങൾ അഗ്നിഗ്രസ്തമായും ഇരിക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ ദുഃഖിക്കാതിരിക്കും? രാജാവ് എന്നോട് ചോദിച്ചു, ഇത് എന്തിനെ സംബന്ധിച്ചാണ് നീ അപേക്ഷ ഉണർത്തിയിരിക്കുന്നത്? അപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, രാജാവിന് തൃപ്തികരമെങ്കിൽ, നിന്റെ ദാസൻ നിന്റെ മുമ്പിൽ സംപ്രീതനെങ്കിൽ, നിന്റെ പിതാക്കന്മാരുടെ കബറിടങ്ങളുടെ നഗരത്തിലേക്ക്
യൂദായിലേക്ക് എന്നെ നീ അയക്കണം. ഞാൻ അത് പുനരുദ്ധരിക്കട്ടെ. ഇഷ്ടപത്നി അടുത്തിരിക്കെ രാജാവ് എന്നോട് ചോദിച്ചു, എത്ര നാളത്തേക്കാണ് നിന്റെ യാത്ര? എന്നത്തേക്കാണ് നീ മടങ്ങി വരുന്നത്? അത് രാജസന്നദ്ധിയിൽ പ്രീതികരമായിരുന്നു. അദ്ദേഹം എന്നെ അയച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് കാലാവധി ഉറപ്പിച്ചു. ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു, രാജാവിന് തൃപ്തികരമെങ്കിൽ യൂദായിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതുവരെ ഞാൻ കടന്നു പോകേണ്ട നദിക്കക്കരെയുള്ള പ്രവിശ്യാധികാരികൾക്കായി എനിക്ക് കത്തുകൾ നൽകിയാലും. ആലയത്തിൻ്റെ കോട്ടവാതിലുകൾ പണിയുന്നതിനും നഗരഭിത്തിക്കും ഞാൻ ചെന്നെത്തുന്ന വീടിനും ആവശ്യമുള്ള തടി എനിക്ക് നൽകുന്ന രാജകീയ വനപാലകനായ ആസാഫിനുള്ള കത്തും വേണം. എൻ്റെ ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരം എൻ്റെ മേലുണ്ടായാൽ എന്ന പോലെ രാജാവ് എനിക്ക് അവ നൽകി. ഞാൻ നദിക്കക്കരെയുള്ള അധിപന്മാരുടെ അടുത്തെത്തി രാജാവിൻ്റെ കത്തുകൾ അവരെ ഏൽപ്പിച്ചു. രാജാവ് സേനാധിപന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേല്യർക്ക് നന്മ കൈവരുത്തുന്നതിനായി ഒരു മനുഷ്യൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹോറോൻകാരനായ സൻബല്ലാത്തും ആമോൻകാരനായ ദാസൻ തോബിയായും അവരോട് വലിയ നീരസം പ്രകടമാക്കി. ഞാൻ ജെറൂസലേമിലെത്തി 3 ദിവസം അവിടെ കഴിഞ്ഞു. ഞാനും എൻ്റെ കൂടെ ഏതാനും പേരും രാത്രിയിൽ എഴുന്നേറ്റു. ജെറൂസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം എൻ്റെ മനസ്സിൽ ഉണർത്തിയത് എന്തെന്ന് ഞാൻ ഒരു മനുഷ്യനെയും അറിയിച്ചില്ല. ഞാൻ സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊരു മൃഗവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ ഞാൻ താഴ്വര കവാടം വഴി കുറുനരിയുറവയ്ക്ക് മുമ്പിലൂടെ ചവറ്റ് കവാടത്തിലേക്ക് പുറപ്പെട്ടു. ജെറൂസലേമിൻ്റെ ഇടിഞ്ഞ മതിലുകൾ ഞാൻ പരിശോധിക്കുകയായിരുന്നു. അഗ്നി അതിൻ്റെ കവാടങ്ങൾ ദഹിപ്പിച്ചിരുന്നു. തുടർന്ന് ഞാൻ ഉറവ കവാടത്തിലേക്കും രാജവാപിയിലേക്കും കടന്നു. എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടമില്ലായിരുന്നു. പിന്നെ രാത്രിയിൽ തന്നെ ഞാൻ താഴ്വരയിലൂടെ കയറി ചെന്ന് മതിൽ പരിശോധിച്ചു. തിരിച്ച് ഞാൻ താഴ്വര കവാടത്തിൽ എത്തിയിട്ട് മടങ്ങിപ്പോന്നു. ഞാൻ എവിടേക്കാണ് നടന്നതെന്നും എന്തു ചെയ്യുകയായിരുന്നുവെന്നും വരേണ്യർ അറിഞ്ഞതേയില്ല. യഹൂദർ, പുരോഹിതന്മാർ, ഇടപ്രഭുക്കന്മാർ, വരേണ്യർ എന്നിവരെയും ജോലി ചെയ്യുന്നവരായ ശേഷം പേരെയും അതുവരെ ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, നമ്മളായിരിക്കുന്ന ദുസ്ഥിതി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതായത് ജെറൂസലേം ശൂന്യമാണ്. അതിൻ്റെ കവാടങ്ങൾ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടിരിക്കുന്നു. വരുവിൻ, നമുക്ക് ജെറൂസലേമിൻ്റെ മതിൽ പണിയാം. ഇനിയും നമുക്ക് അപമാനത്തിൽ കഴിയേണ്ട. എനിക്ക് അനുകൂലമായിരുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരവും രാജാവ് എന്നോട് പറഞ്ഞ വചനങ്ങളും ഞാൻ അവരോട് വിവരിച്ചു. അപ്പോൾ അവർ എന്നോട്, നമുക്ക് എഴുന്നേറ്റ് പണി തുടങ്ങാം എന്ന് പറയുകയും സൽക്കാര്യത്തിനായി കരങ്ങൾ കോർക്കുകയും ചെയ്തു. എന്നാൽ ഹെറോൻകാരനായ സൻബല്ലാത്തും ആമോൻകാരനായ ദാസൻ തോബിയായും അറബുകാരനായ ഗഷേമും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ടും ഞങ്ങളുടെ മേൽ നിന്ന ചൊരിഞ്ഞുകൊണ്ടും പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്താണ്? രാജാവിനോടാണോ നിങ്ങൾ മത്സരിക്കുന്നത്? അവരെ കാര്യം ധരിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവം തന്നെ ഞങ്ങൾക്ക് വിജയം നൽകും. അവിടുത്തെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി നടത്തും. എന്നാൽ നിങ്ങൾക്ക് ജെറൂസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം. ബെഞ്ചമിന്യരെ, ജെറൂസലേമിൻ്റെ മധ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവിൻ. തെക്കോവായിൽ കാഹളമൂതുവിൻ. ബെത്ഖാഖരേമിനുമേൽ അടയാളമുയർത്തുവിൻ. കാരണം വടക്ക് നിന്ന് വിപത്ത് വരുന്നു, വലിയ നാശം. സിയോൻ പുത്രിയെ സുന്ദരിയും കോമളയുമായി ഞാൻ ഗണിച്ചിരുന്നു.
ഇടയന്മാരും അവരുടെ ആടുകളും അവളുടെ നേർക്കു വരും. അവർക്കെതിരെ അവർ ചുറ്റും കൂടാരമടിക്കും. ഇഷ്ടമുള്ളിടത്ത് ഓരോരുത്തരും ആടുമേയ്ക്കും. അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ. എഴുന്നേൽക്കുവിൻ, നട്ടുച്ചയ്ക്ക് നമുക്ക് പോകാം. ഹാ കഷ്ടം, ദിവസം അവസാനിക്കുന്നല്ലോ. സന്ധ്യയുടെ നിഴലുകൾ നീളുന്നു. എഴുന്നേൽക്കുവിൻ, രാത്രിയിൽ കയറി ചെന്ന് നമുക്ക് അവളുടെ കോട്ടകൾ നശിപ്പിക്കാം. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മരങ്ങൾ മുറിക്കുവിൻ, ജെറൂസലേമിനെതിരെ ഉപരോധം ഉയർത്തുവിൻ. ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത്. അതിനുള്ളിൽ എമ്പാടും മർദ്ദനമാണ്. കിണർ പുതുവെള്ളം പുറപ്പെടുവിക്കുന്നത് പോലെ അവൾ തൻ്റെ തിന്മ പുറപ്പെടുവിക്കുന്നു. അക്രമവും ഭീകരതയും അവളിൽ കേൾക്കപ്പെടുന്നു. എൻ്റെ മുൻപിൽ നിരന്തരം രോഗവും മുറിവുമാണ്. ജെറൂസലേം, എൻ്റെ ആത്മാവ് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, നിന്നെ ഞാൻ ശൂന്യയാക്കാതിരിക്കാൻ, ആൾവാസമില്ലാത്ത ദേശമാക്കാതിരിക്കാൻ നീ ശിക്ഷണവിധേയയാകുക. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മുന്തിരിയുടെ കാലാപിറക്കും പോലെ തീർച്ചയായും അവർ ഇസ്രായേലിലെ ശിഷ്ടഭാഗത്തെ തിരയും. വെട്ടിയൊരുക്കുന്നവനെ പോലെ നിന്റെ കരം ശാഖകളിലേക്ക് തിരിക്കുക. ഞാൻ അവരോട് സംസാരിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്താലാണ് അവർ ശ്രവിക്കുക. ഇതാ, അവരുടെ ചെവി അപരിച്ഛേദിതമാണ്, അവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നുമില്ല. ഇതാ, കർത്തൃവചനം അവർക്ക് നിന്ദാവിഷയമായിരിക്കുന്നു, അവർ അതിൽ ആനന്ദിക്കുന്നില്ല. കർത്താവിൻ്റെ രോഷത്താൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു, അത് ഉള്ളിൽ പേറി ഞാൻ തളർന്നു. തെരുവിലെ ശിശുവിൻ്റെ മേലും ചെറുപ്പക്കാരുടെ ഒരുമിച്ചുള്ള കൂടിവരവിലും അത് ഞാൻ ചൊരിയും. കാരണം ഭാര്യ ഭർത്താവിനോടൊപ്പവും വൃദ്ധൻ വയോധികനോടൊപ്പവും എടുക്കപ്പെടും. അവരുടെ ഭവനങ്ങൾ, നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും. കാരണം ദേശവാസികൾക്കെതിരെ ഞാൻ എൻ്റെ കരം നീട്ടും. കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ അവരിൽ ചെറിയവൻ മുതൽ വലിയവൻ വരെ ഓരോരുത്തരും ലാഭക്കൊതിയരാണ്. പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ ഓരോരുത്തരും കാപട്യം പ്രവർത്തിക്കുന്നു. സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ ക്ഷതം നിസ്സാരവത്കരിച്ച് വച്ചുകെട്ടി. നിന്ദത പ്രവർത്തിച്ചതിനാൽ അവർ ലജ്ജിതരാകും. ലജ്ജാർഹമെങ്കിലും അവർ ലജ്ജിക്കുന്നില്ല, അപമാനിതരായെങ്കിലും അവർ അറിയുന്നില്ല. അതിനാൽ വീഴുന്നവരുടെ ഇടയിൽ അവരും വീഴും. അവരുടെ സന്ദർശന വേളയിൽ അവർ ഇടറി വീഴും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: വഴികൾക്കരികിൽ നിന്ന് കാണുവിൻ. ഇതാണോ നല്ല വഴിയെന്ന് പുരാതന വീഥികളോട് ആരായുവിൻ. അതിൽ ചരിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ ആത്മാവിന് വിശ്രമം കണ്ടെത്തുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചരിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരെ നിയമിച്ചു. അവരുടെ കാഹളത്തിന് ചെവി കൊടുക്കുവിൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ചെവി ഓർക്കുകയില്ല. ആകയാൽ ജനതകളെ കേൾക്കുവിൻ, അവരെക്കുറിച്ചുള്ള സാക്ഷ്യം മനസ്സിലാക്കുവിൻ. ഭൂമിയെ കേൾക്കുക. ഇതാ, ഈ ജനത്തിൻ്റെ കുതന്ത്രങ്ങളുടെ ഫലമായി അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്തുന്നു. എന്തെന്നാൽ അവർ എൻ്റെ വാക്കുകളിൽ ശ്രദ്ധ വച്ചില്ല, എൻ്റെ നിയമമാകട്ടെ അവർ തിരസ്കരിച്ചു. ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്തു നിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന്? നിങ്ങളുടെ ഹോമയാഗങ്ങൾ എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങളുടെ ബലികൾ എനിക്ക് പ്രീതികരമല്ല. അതിനാൽ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാനിതാ ഈ ജനത്തിനായി പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും. പിതാക്കന്മാരും മക്കളും ഒരുമിച്ച് അവയിൽ തട്ടി വീഴും. അയൽക്കാരും അവൻ്റെ കൂട്ടുകാരനും നശിക്കും. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു:
ഇതാ വടക്ക് ദേശത്ത് നിന്ന് ഒരു ജനത വരുന്നു, ഭൂമിയുടെ പാർശ്വങ്ങളിൽ നിന്ന് ഒരു വലിയ ജനത ഇളകുന്നു. അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു. അവർ ക്രൂരരാണ്, അലിവില്ലാത്തവരുമാണ്. സമുദ്രം പോലെ അവരുടെ ആരവം ഇരമ്പുന്നു. അവർ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു. സിയോൻ പുത്രി, അത് നിനക്കെതിരെ ഒരു യോദ്ധാവിനെ പോലെ സജ്ജമായിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വാർത്ത കേട്ട് നിങ്ങളുടെ കരങ്ങൾ തളരുന്നു. ദുരിതം, പ്രസവിക്കുന്നവളുടേതുപോലുള്ള ആശങ്ക ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു. നിങ്ങൾ വയലിലിറങ്ങരുത്, വഴിയിലൂടെ നടക്കുകയും അരുത്. എന്തെന്നാൽ എങ്ങും ശത്രുവിൻ്റെ വാൾ, ചുറ്റും ഭീകരത. എൻ്റെ ജനത്തിൻ്റെ പുത്രി, നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക. ഏകസന്താനത്തിനു വേണ്ടിയുള്ള വിലാപം, കൈപ്പേറിയ കരച്ചിൽ നീ ഉയർത്തുക. എന്തെന്നാൽ വിനാശകൻ നമുക്കെതിരെ ഉടനെ വരുന്നു. എൻ്റെ ജനത്തിൻ്റെ മാർഗം മാറ്റുരച്ചു നോക്കി മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ അവർക്കിടയിൽ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു. അവർ പയറ്റിത്തെളിഞ്ഞ കലാപകാരികളാണ്. അവർ അപവാദം പരത്തുന്നവരാണ്. അവർ പിച്ചളയും ഇരുമ്പുമാണ്. അവർ എല്ലാ കാര്യങ്ങളും ദോഷകരമാക്കുന്നു. ഉല കത്തിത്തെളിയുന്നു, ഈയം തീയിൽ ശുദ്ധമാകുന്നു. ശുദ്ധീകരണം തുടരുന്നതോ വ്യർത്ഥമായാണ്. എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല. കർത്താവ് അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം 15, 22 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങൾ. തങ്ങളിൽ നിന്ന് ചിലരെ തിരഞ്ഞെടുത്ത് ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം അന്ത്യോക്യയിലേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും സഭ മുഴുവനും ചേർന്ന് തീരുമാനിച്ചു. സഹോദരന്മാരിൽ നേതാക്കന്മാരായിരുന്ന സീലാസിനെയും ബർസബാസ് എന്നു പേരുള്ള യൂദാസിനെയും കൂടെ അവർ അയച്ചു. അവരുടെ കൈവശം എഴുതി കൊടുത്തയച്ചത് ഇപ്രകാരമായിരുന്നു: അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരുമായ സഹോദരന്മാർ, അന്ത്യോക്യയിലെയും സിറിയയിലെയും കിലീക്കിയയിലെയും ജനതകളിൽ നിന്നുള്ള നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ഞങ്ങൾ നിർദ്ദേശിക്കാതെ ഞങ്ങളിൽ നിന്ന് ചിലർ വന്ന് വാക്കുകൾ കൊണ്ട് അസ്വസ്ഥരാക്കി നിങ്ങളുടെ മനസ്സിളക്കിയെന്ന് ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ നമ്മുടെ പ്രിയങ്കരരായ ബർന്നബാസിനോടും പൗലോസിനോടുമൊപ്പം നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞങ്ങൾ ഏകകണ്ഠമായി തീരുമാനിച്ചു. അവർ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിരിക്കുന്ന മനുഷ്യരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ യൂദാസിനെയും സീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ ഇക്കാര്യങ്ങൾ വാക്കാൽ നിങ്ങളോട് പറയും. താഴെ പറയുന്ന അത്യാവശ്യ കാര്യങ്ങളെക്കാൾ കൂടുതലായി ഒരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നി. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ, രക്തം, കഴുത്തുഞെരിച്ച് കൊല്ലപ്പെട്ടവ എന്നിവയിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും ഒഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നന്ന്. ശുഭാശംസകൾ. അതിനാൽ അയക്കപ്പെട്ട അവർ അന്ത്യോക്യയിൽ ചെന്ന് സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി കത്തുകൊടുത്തു. അവർ അത് വായിച്ച് ആ ഉദ്ബോധനത്തിൽ സന്തോഷിച്ചു. യൂദാസും സീലാസും അവർ തന്നെയും പ്രവാചകന്മാരായിരുന്നതിനാൽ ഏറെ വചനങ്ങളാൽ സഹോദരരെ ഉദ്ബോധിപ്പിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു. അവർ കുറേ സമയം അവിടെ ചെലവഴിച്ചു. അനന്തരം അവരെ അയച്ചവരുടെ അടുക്കലേക്ക് സഹോദരർ സമാധാനത്തോടെ പറഞ്ഞയച്ചു. എന്നാൽ പൗലോസും ബർന്നബാസും മറ്റനേകരോടുമൊപ്പം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്തുകൊണ്ട് അന്ത്യോക്യയിൽ താമസിച്ചു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് ബർന്നബാസിനോട് പറഞ്ഞു, കർത്താവിൻ്റെ വചനം അറിയിച്ച എല്ലാ നഗരങ്ങളിലും തിരിച്ചുപോയി സഹോദരന്മാരെ സന്ദർശിച്ച് അവർ എങ്ങനെ കഴിയുന്നുവെന്ന് അറിയാം.
മർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന യോഹന്നാനെ കൂടി കൊണ്ടുപോകാൻ ബർണബാസ് ആഗ്രഹിച്ചു. എന്നാൽ പംഫീലിയായിൽ വെച്ച് തങ്ങളിൽ നിന്ന് വിട്ടുപോകുകയും പിന്നീട് ശുശ്രൂഷയിൽ തങ്ങളോട് ചേരാതിരിക്കുകയും ചെയ്ത ഒരുവനെ കൂടെ കൊണ്ടുപോകാതിരിക്കുകയാണ് ഉചിതമെന്ന് പൗലോസ് അഭിപ്രായപ്പെട്ടു. രൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടായി. അവർ പരസ്പരം പിരിഞ്ഞു. ബർണബാസ് മർക്കോസിനെയും കൂട്ടി സൈപ്രസിലേക്ക് കപ്പൽ കയറി. പൗലോസ് സീലാസിനെ തിരഞ്ഞെടുത്ത് അവനോടുകൂടെ പുറപ്പെട്ടു. സഹോദരന്മാരെല്ലാം അവരെ കർത്താവിൻ്റെ കൃപയ്ക്ക് ഫലമേൽപ്പിച്ചു. അവൻ സഭകളെ സ്ഥിരീകരിച്ചുകൊണ്ട് സിറിയായിലൂടെയും കിലീക്കിയയിലൂടെയും സഞ്ചരിച്ചു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ